വസന്ത് സറിയക്ക് ഈ ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നവരെ പരിഹസിച്ചുകൊണ്ടാണെന്ന് പ്രതിരോധ മന്ത്രി സംസാരിച്ചത് ഇന്ന് പാർലമെന്റിൽ. വലിയ ചിരിയാണ് അവിടെ ഉയർന്നത്. അദ്ദേഹം പറഞ്ഞത് തലമുറകളായി ഇങ്ങനെ പോക്കറ്റിൽ ഭരണഘടന കൊണ്ടു നടക്കുന്നവരാണ് ഇപ്പോൾ ഈ ഭരണഘടനയുടെ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. നോക്കൂ, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒന്ന് പുറകിലോട്ട് പോയി വന്നാൽ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഈ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി അടക്കം വലിയ പ്രചാരണത്തിന് ഇറങ്ങിയത്. അവിടെ എന്താണ് സംഭവിച്ചത്? അവസാനം നിങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് കോമാളിത്തരമായി നാട്ടുകാർക്ക് തോന്നുന്നു. അതല്ലേ മഹാരാഷ്ട്രയിൽ ഉണ്ടായത്? അല്ല, അപ്പൊ ഭരണഘടന ഒരു പ്രചരണ വിഷയമാക്കുന്നതും ചർച്ച ചെയ്യുന്നതും ശരിയല്ല എന്നാണോ നിങ്ങളുടെ നിലപാട്? ആണോ? അതല്ല ഞാൻ പറഞ്ഞത്. അത് എന്റെ കാഴ്ചപ്പാടല്ലല്ലോ പറയേണ്ടത്. അവിടെ മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ചത് ഈ ഭരണഘടനയായിരുന്നു. ഈ ഭരണഘടനയുടെ ചെറുപതിപ്പ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവിടെ വലിയ പ്രചാരണത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം അവിടെ ആരാണ് യഥാർത്ഥ ശിവസേന, ആരാണ് യഥാർത്ഥ NCP എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ജനം ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ആ രണ്ടു പാർട്ടികളിലും ഉണ്ടായി. അവിടെ കോൺഗ്രസിനെയും BJP-യെക്കാളും വലിയ റോള് വഹിച്ചത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അജിത് പവാറിനെതിരെ വലിയ കേസുകൾ ഉണ്ടായിരുന്നത് നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു, തേച്ചു വായിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ശിവസേനയുടെ ഒരു വിഭാഗം അപ്പുറത്തേക്ക് വരുന്നു, അവരുടെ നേതാക്കളെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അവർക്കെതിരെയുള്ള കേസുകൾ മായ്ക്കപ്പെടുന്നു. ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തത്. എന്തുകൊണ്ടോ ജനവിധി തിരിച്ചായിരുന്നു, ഞങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. നോക്കൂ, ഞങ്ങളങ്ങനെ തോറ്റു എന്ന് പറഞ്ഞ് മടങ്ങി പോകുന്നവരൊന്നുമല്ലേ. കിട്ടിയ സീറ്റ് എത്രയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് കിട്ടിയതും അജിത് പവാറിന് കിട്ടിയ സീറ്റും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അവിടുത്തെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അല്ല, ഓരോ തെരഞ്ഞെടുപ്പുകളിലും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിനെ ജനം ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ചിലപ്പോൾ അത് നമ്മൾ പറഞ്ഞത് കൃത്യമായി കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അഴിമതിക്കാരനായിരുന്ന, ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയെ അഴിമതിയിൽ മുക്കിയിരുന്ന, പവാറിന്റെ ബന്ധുബലം ഉപയോഗിച്ചുകൊണ്ട് അഴിമതിയുടെ കൂമ്പാരം സൃഷ്ടിച്ചിരുന്ന എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ഒരാൾ നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ പുണ്യവാളനാവുന്നു, പരിശുദ്ധനാവുന്നു, നല്ലവനാവുന്നു, അഴിമതി വിരുദ്ധ പോരാളിയാവുന്നു, നിങ്ങളുടെ മുന്നണി പോരാളിയാവുന്നു. നല്ല കാര്യം. അത് ജനങ്ങളോട് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞങ്ങൾക്ക് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. വരും തെരഞ്ഞെടുപ്പുകൾ ഇനിയും ഉണ്ടല്ലോ. എന്താണ് അങ്ങനെയാണെങ്കിൽ ആരുടെ പരാജയം? അത് വളരെ കൃത്യമായി ജനങ്ങൾ മാൻഡേറ്റിലൂടെ തള്ളിക്കളഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ മറിച്ചൊരു കാര്യം പറയാമെന്നേ. ഒരിക്കലും ഞങ്ങൾ ഇപ്പൊ നേരത്തെ അടിയന്തരാവസ്ഥ പറ്റിയാണല്ലോ പറഞ്ഞത്. ആ കാലത്തെ തന്നെ ചരിത്രം പറയാം. 77-ൽ ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. ഒരിക്കലും ഞങ്ങൾ തോറ്റിട്ടില്ലാത്തടത്ത് ശ്രീമതി ഗാന്ധി തോറ്റുപോയി, ലക്ഷങ്ങളുടെ വോട്ടിന് തോറ്റുപോയി. അന്ന് നിങ്ങളടക്കമുള്ള നിങ്ങളുടെ സംഘപരിവാരവും അന്നത്തെ ജനസംഘവും ഒക്കെ എന്താണ് പറഞ്ഞത്? ഇനിയൊരു മടങ്ങി വരവില്ല, കോൺഗ്രസ് തീർന്നു, അവസാനത്തെ ആണിയാണ് അടിച്ചത് എന്ന് പറഞ്ഞില്ലേ? മഹാരാഷ്ട്രയിലെ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു പറയുന്നത്. മഹാരാഷ്ട്രയിലും ഞങ്ങൾ തോറ്റുപോയി. ഏതാണ്ട് കേരളത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. രാജ്യത്തൊപ്പാടെ കോൺഗ്രസ് തോറ്റുപോയി, ഞങ്ങൾ തോറ്റുപോയി. പക്ഷേ അതിനുശേഷം ഒരു സർക്കാർ വന്നു, നിങ്ങൾ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി. 5 വർഷം തികച്ചില്ല. 77-ന് ശേഷം 2 വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോ ലക്ഷം വോട്ടിന് തോറ്റ ഇന്ദിരാഗാന്ധി 4 ലക്ഷത്തിനടുത്ത് വോട്ടിന് അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. ഞങ്ങൾ 4-3 ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വന്നു. 4-3 2 വർഷം തികയ്ക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് തോറ്റു, ഇതേ നിങ്ങൾ തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു, രാജസ്ഥാനിൽ തോറ്റു, നിങ്ങൾ ഇത് അവിടെ തോറ്റു, ഇവിടെ തോറ്റു എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട, ഞങ്ങളെ കളിയാക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നത്തിലേക്ക് കൂടി പോകുക. അതായത് ഇന്ന് ഒരു ദിവസമേ ആയുള്ളൂ, നാളെ ചർച്ചയുണ്ട്, അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാജ്യസഭയിലും ചർച്ച നടക്കാൻ പോകുന്നുണ്ട്. ഇവിടെയെല്ലാം നിങ്ങൾ ഈ ഭരണഘടനയെ ചവിട്ടിമെഴുത്തിച്ചത് ഏത് വിധത്തിലാണോ ഇതെല്ലാം ജനങ്ങളിലേക്ക്, പുതിയ തലമുറയിലേക്ക് എത്താൻ പോകുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് ഈ ചർച്ചയുടെ പേരിൽ. അല്ല നീലിമ, അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ, ഞങ്ങളാണല്ലോ ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പൊ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ സബ്മിറ്റ് മുഴുവൻ, ഈ പാർലമെന്റ് സമ്മേളനം മുഴുവൻ, ഈ ശീതകാല സമ്മേളനം മുഴുവൻ. എന്ത് ചെയ്തു? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യൂ. അതുണ്ടാക്കിയത് ആരാണ്? ആ സമയത്ത് വിവിധ നേതാക്കളുടെ നിലപാട് എന്തായിരുന്നു? അതിനുശേഷം അതിലുണ്ടായ വിവിധ അമെന്റ്മെന്റുകൾ എന്തൊക്കെയായിരുന്നു? അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ജനസംഘത്തിന്റെ നിലപാട് എന്തായിരുന്നു? ചർച്ച ചെയ്യൂ, ഞങ്ങൾ അതിന് തയ്യാറാണെന്നേ. പക്ഷെ നിങ്ങൾ 75-ന് ശേഷമുള്ള ചരിത്രം മാത്രം ചർച്ച ചെയ്താൽ മതി, അതിന് പുറകോട്ട് ചർച്ച ചെയ്യേണ്ട.
അതിന് പുറകിൽ ഈ ഭരണഘടന ഉണ്ടായ കാലത്ത്, ഈ രാജ്യം റിപ്പബ്ലിക് ആയിരുന്ന കാലത്ത് ജനസംഘം നേതാക്കളുടെ, അന്നത്തെ സംഘപരിവാർ നേതാക്കളുടെ നിലപാട് എന്തായിരുന്നു എന്ന് പറയണ്ട എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അല്ല, നിങ്ങൾ ബി.ആർ. അംബേദ്കറോട് കാണിച്ച നിലപാട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, വലിയ ദോഷം ചെയ്യും നിങ്ങൾക്ക്. ബി.ആർ. അംബേദ്കറെ നിങ്ങൾ ഒരു മാർജിനലൈസ് ചെയ്ത് നിർത്തിയ ഒരു രീതിയുണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾ അറിയും. അംബേദ്കർ കോൺഗ്രസ് ആയിരുന്നു. അംബേദ്കർ മത്സരിക്കുന്ന സമയത്ത് ഇപ്പോ ഈ പത്മനാഭൻ പറഞ്ഞു, ശ്രീ വി പി പത്മനാഭൻ പറയുകയാണ്, അംബേദ്കറിനെ നിങ്ങൾ തോൽപ്പിച്ചില്ലേ, സ്വാഭാവികമായും കോൺഗ്രസിനെതിരായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കണ്ടേ? മത്സരം ജനം തീരുമാനിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കട്ടെ എന്നാണെങ്കിൽ എന്താ പ്രശ്നം? പിന്നെ അംബേദ്കറിന്റെ നിലപാട് എന്തായിരുന്നു? ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ട് ചരിത്രം അത് മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞോ, എഡിറ്റ് ചെയ്തോ? ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭൻ